2024 ജനവിധി കേന്ദ്ര സർക്കാരിന്റെ ഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾക്കൊപ്പം ബി.ജെ.പി. എന്ന പാർട്ടിയിലും വലിയ പരിവർത്തനങ്ങൾക്ക് വഴിവെക്കുന്ന ചൂണ്ടുപലകയെ അത് മാറുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം 2014 മുതൽ 24 വരെ മോദി അമിത്ഷാ സഖ്യം നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് പാർട്ടി അധ്യക്ഷനിലൂടെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്ന സ്ഥിതിയിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ നമുക്ക് പ്രകടമായി തന്നെ ബി.ജെ.പിക്കുള്ളിൽ കാണാൻ കഴിഞ്ഞേക്കാം. ബി.ജെ.പിക്കുള്ളിൽ എന്തൊക്കെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വ്യക്തമാവുകയാണ്. മോദിയും അമിത്ഷായും മാത്രം ഹീറോകൾ ആകുന്നു എന്ന നില മാറുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നേരത്തെയൊക്കെ തന്നെ പാർട്ടി പറയുന്നു, പിന്നീട് അത് താഴെത്തട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു ഏകീകരണമായി വന്നത് ഈ അമിത്ഷാ മോദി സഖ്യത്തിന്റെ നിലപാടുകൾ മാത്രമായിരുന്നു. അതിലൊക്കെ തന്നെ വലിയ പ്രകടമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് അടുത്ത മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ ആണ് മറ്റുള്ളവർ ആജ്ഞാനുവർത്തികൾ എന്ന ആ ഒരു നിലയിലേക്ക്, ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. കാരണം പാർട്ടിയെ സംബന്ധിച്ചോളം നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവർ വലിയ ശക്തരായി മാറുന്നു ഈ മൂന്നാം ഊഴത്തിലേക്ക് വരുമ്പോൾ എന്ന് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരത്തിലുള്ള ആലോചനകളോ മറ്റോ നിതിൻ ഗഡ്കരിയോ രാജ്നാഥ് സിംഗോ ഭാഗമാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്തായാലും ഘടകകക്ഷികളെ സംബന്ധിച്ചോളം ഇവരൊക്കെ തന്നെ വിശ്വസ്തരായി മാറുന്ന സാഹചര്യത്തിൽ ഇവരുടെ നിലപാടുകൾ ബി.ജെ.പിയെ സംബന്ധിച്ചോളം പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ശക്തി കേന്ദ്രം പുതുതായി മാറുന്നു എന്നുള്ളതാണ്. RSSനെ കൂടുതൽ പരിഗണിക്കണം എന്ന ഒരു നിലപാട്. നമുക്കറിയാം, RSSുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ RSS കഴിഞ്ഞ 10 വർഷക്കാലം അപ്രസക്തരാകുന്നു, അവരുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നില്ല, പരിഗണിക്കുന്നില്ല തുടങ്ങിയ പരിഭവങ്ങളൊക്കെ തന്നെ പാർട്ടിക്കുള്ളിലൊക്കെ പുകയുന്നുണ്ട്. അതിലൊക്കെ ഒരു പ്രകടമായിട്ടുള്ള ഒരു മാറ്റം വരും. RSSന്റെ നിലപാടുകൾ പരിഗണിക്കപ്പെടും. RSS നിയന്ത്രിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ മാറുകയും ചെയ്യും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കളെ പരിഗണിക്കണം എന്നുള്ളതാണ്. ഇതുവരെയുള്ള നിലയിൽ നിന്നും അതിലൊക്കെ ഒരു പുതിയ മാറ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാമോ എന്ന് കൗതുകത്തോടെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് പറയാനുള്ളത്, നിയമസഭകളിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥിത്വം കൂടിയാലോചനകൾക്ക്, ചർച്ചകൾക്ക് ശേഷം മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇനി അടുത്ത വർഷം ഈ വർഷത്തിൽ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്രയുണ്ട്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അതിനുശേഷം പിന്നീടുള്ള വർഷം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. അങ്ങനെ ബി.ജെ.പിക്ക് അടിത്തറയുള്ള സംഘടനാ ശേഷിയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ചർച്ചകൾ ഉണ്ടാകണം. മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ബി.ജെ.പിക്ക് മുന്നിലുള്ളത്. അങ്ങനെ പ്രകടമായ ഒരു മാറ്റത്തിലേക്ക് ബി.ജെ.പി. എന്ന സംഘടന കൂടി മാറുകയാണ് എന്ന് കൂടി നമുക്ക് വിലയിരുത്തപ്പെടാം.